നമസ്കാരം, റൂസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ വളരെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കറിവേപ്പില കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, തേങ്ങ, പുളിയുടെ വെള്ളം, പുളി പിഴിഞ്ഞ വെള്ളമാണ്, ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേപ്പില ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങ ചേർക്കാവുന്നതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലൈറ്റ് ഗോൾഡൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കത് ചൂടാറുമ്പോൾ, നന്നായി ചൂടാറി കഴിയുമ്പോൾ അത് ജാറിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അത് അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് റൂസൂസ് കിച്ചൺ.